നമ്മൾ നേരെ പത്തനംതിട്ടയിലേക്കാണ് യാത്ര. നല്ല നാടൻ വിഭവങ്ങൾ ലഭിക്കുന്ന ഒരിടത്തേക്കാണ് ശ്രീധർ ശ്രീകുമാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു കർഷക കഫേ അവിടെ ഉണ്ട് എന്നാണ് ശ്രീത്ത് പറയുന്നത്. കർഷക കഫേക്ക് ചില പ്രത്യേകതകളുണ്ട്. അരുവാപ്പുലം പഞ്ചായത്തിൽ തന്നെ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രമാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. നല്ല കൂട്ടുപുഴുക്ക്, ഒപ്പം തന്നെ മാത്രമല്ല അരുവാപ്പുലം ചില്ലി ചമ്മന്തി, അങ്ങനെ ഒരുപാട് വെറൈറ്റി വിഭവങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞു കൊതിപ്പിക്കുന്നില്ല, നേരെ അങ്ങോട്ടേക്ക് യാത്ര. അപ്പോൾ റൈഡ് റിപ്പോർട്ടർ ഇന്ന് എത്തി നിൽക്കുന്നത് കോന്നി കൊല്ലംപടിയിലാണ്. അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശമാണ് അരുവാപ്പുലം സ്വാദ് കർഷക കഫേ. വ്യത്യസ്തമായ അനുഭവമാണെന്നാണ് നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക ലേഖകൻ അനു വിളവള്ളൂർ അടക്കം നമ്മോട് പറഞ്ഞത്. കൂട്ടുപുഴുക്കും അതുപോലെ തന്നെ ഇത്തിരി കഞ്ഞി അടക്കം വളരെ വലിയ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് എന്തായാലും അവിടേക്കൊന്ന് പോവാം. ഈ അരുവാപ്പുലം പഞ്ചായത്ത് ഒരു പ്രത്യേകതരം പഞ്ചായത്താണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ്? ഉണ്ണിയപ്പടക്കം എല്ലാം ഉണ്ടല്ലേ? നമ്മുടെ ഈ അരുവാപ്പുലം പഞ്ചായത്തിൽ 39 കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായിട്ട്. അങ്ങനെ അതിൽ മൂല്യവർദ്ധനവിനും വിപണനത്തിനുമായി രൂപീകരിച്ച കൃഷിക്കൂട്ടങ്ങളാണ് ഈ കഫേ ചെയ്യുന്നത്. ഇപ്പൊ ഈ കഫേയുടെ നേതൃത്വം വഹിക്കുന്നത് 9 പേരടങ്ങുന്ന APLM കൃഷിക്കൂട്ടം ആണ്. വിപണിയിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും ആ ഉൽപ്പന്നങ്ങൾ തന്നെ ഉപയോഗിച്ച് വിഭവങ്ങൾ ഉണ്ടാക്കി ആളുകൾക്ക് നൽകുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മളിവിടെ നടത്തുന്നത്? വിപണനം കൃഷിഭവന്റെ കീഴിലുള്ള എല്ലാ കൃഷി സാധനങ്ങളും പ്രൊഡക്റ്റ് ചെയ്തെടുക്കുന്ന സാധനങ്ങളും ഒക്കെ ഇവിടെ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കാന്താരി തൈര്, ഇത് ഞങ്ങളുടെ അരുവാപ്പലം ചില്ലി ചമ്മന്തി, ഇത് ചക്ക നമ്മൾ തന്നെ ഇവിടെ ചക്ക കടുവറുത്ത് ഒരു രുചി കൂടാൻ വേണ്ടി ഇവരൊരു അഡീഷണൽ റെസിപ്പി എടുത്തതാണ്. ഇത് നമ്മുടെ കറിനാരങ്ങ അച്ചാർ, പപ്പടം. ഇപ്പം ഇങ്ങനത്തെ ഭക്ഷണമൊന്നും അത് ഫെമിലിയർ അല്ല, ഹോട്ടലുകളിലൊന്നും കിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഒരു തരത്തിൽ നമ്മുടെ ഒരു ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതൊരു തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം കൂടിയല്ലേ? അതെ. കാരണം പഴമകളുടെ ഒരു ഇതായിട്ടാണ് വരുന്നത്. കാരണം പണ്ടുള്ള അപ്പച്ചമാരും അമ്മച്ചിമാരും ഒക്കെ നമ്മുടെ ഇതിനകത്ത് ഇങ്ങനെ തരുമായിരുന്നു. അവർ വീട്ടിലൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഗുണം. ഒന്ന്, മൺചട്ടി, അത് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നീട് ഇപ്പോൾ പുറത്തെ ഭക്ഷണങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മറ്റ് അസുഖങ്ങളൊക്കെ പിടിക്കാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. കാരണം നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അരുവാപ്പുലംകാരുടെ സ്വന്തം റൈസ് അരുവാപ്പുലം റൈസ്. അരുവാപ്പുലം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല കാര്യമാണിത്. ചേച്ചി, എന്താണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്? ഇത് ഹണി കോളയാണ്. സാധാരണക്കാരൻ്റെ കോള എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരൻ മറ്റേ കെമിക്കൽ കോള കഴിക്കുമ്പോൾ ഇവിടെ കഴിക്കുന്നത് നാച്ചുറൽ കോളയാണ്. അത് ഹണി കോള. പഞ്ചായത്തിൽ വിവിധ പദ്ധതികളിലായിട്ട് നമ്മൾ തേനീച്ച കൃഷി വ്യാപകമാക്കിയായിരുന്നു. അപ്പോൾ അതിനൊരു വിപണി കിട്ടാതെ ഇതിങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞ് കൃഷിക്കാർ പരാതി പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ നിന്നാണ് നമ്മളിവിടെ ഹണിക്കോള, സാധാരണ നമ്മുടെ ഈ പ്രദേശത്തൊന്നും ഹണിക്കോള അങ്ങനെ വന്നിട്ടില്ല. അപ്പം നമ്മുടെ കഫേ കൂടെ ഹണിക്കോളയും കൊടുക്കുക എന്നുള്ളത്. അപ്പം ഡെയിലി ഒരാൾ 20 മില്ലിഗ്രാം തേൻ കഴിക്കണം എന്നാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റുന്നതിനുമെല്ലാം. തരക്കടില്ല കേട്ടോ. ഹണിക്കോള എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. തേന്, ഇഞ്ചി, അതുപോലെ ഏലക്കാപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. മറ്റേ ഈ പറഞ്ഞ ഒരു ഗ്യാസ്, സോഡയുടെ ഒരു ഗ്യാസോ അല്ലെങ്കിൽ കോളയുടെ ഒരു അങ്ങനെയൊന്നുമില്ല. പക്ഷേ ശരീരത്തിന് അത്യുത്തമമെന്നാണ് നേരത്തെ നമ്മുടെ കൃഷി ഓഫീസറടക്കം പറഞ്ഞു വെച്ചത്. സൂപ്പറാണ്. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യണം. എന്താ സാധനം? ഇത് ചെറുപയർ പായസം. ഓരോ ദിവസം ഓരോ സ്പെഷ്യലാണോ? ഇന്നലെ സേമിയായിരുന്നു, അതിന് മുമ്പ് ചക്കക്കുരു പായസം. ഓരോ ദിവസം ഓരോ. അതൊക്കെ എങ്ങനെ മൊത്തത്തിൽ ഇഷ്ടമാണോ ഇതൊക്കെ?
ഇഷ്ടമാണ്. എത്ര ദിവസമായി ഇപ്പോൾ ടോട്ടൽ തുടങ്ങിയിട്ട് നമ്മൾ? കഴിഞ്ഞ ശനിയാഴ്ച അന്നത്തെ 17-ാം തീയതി. ആരോഗ്യം തരുന്ന ഒരു ഭക്ഷണ സംസ്കാരമാണ് മനുഷ്യൻ വളർത്തിയെടുക്കേണ്ടത്. അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കർഷക കഫേ, കർഷക കൂട്ടായ്മ അതിന് നല്ലൊരു മാതൃകയാണ്. ഈ മാതൃക എല്ലാവരും പിന്തുടരട്ടെ. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഇതുപോലെ ഒരു ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കട്ടെ. ആശംസകളോടെ സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണിനുമൊപ്പം ശ്രീകുമാരൻ, ടീം 24.